അധ്യായം 13, 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആദ്യജാതരുടെ സമർപ്പണം. നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദ്യജാതരെയും കർത്താവിന് സമർപ്പിക്കണം. മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളവയായിരിക്കും. എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ പകരം കൊടുത്ത് കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം. നിങ്ങളുടെ മക്കളിൽ ആദ്യജാതരെയെല്ലാം വീണ്ടെടുക്കണം. ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് പിൽക്കാലത്ത് നിന്റെ മകൻ ചോദിച്ചാൽ നീ പറയണം, അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചു. നമ്മെ വിട്ടയക്കാൻ ഫറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദ്യജാതരെ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചു. അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം. എന്തെന്നാൽ തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ വചനം.